നമുക്ക് എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻസ് നമ്മളെ സഹായിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എല്ലാവർക്കും വോയിസ് എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വോയിസ് എല്ലാം ക്ലിയർ ആണെന്ന് ഇരിക്കുന്നു. അപ്പൊ ശ്രദ്ധിച്ച് ആൻസറുകൾ ചെയ്യുക, തെറ്റിപ്പോവാതിരിക്കുക. ശ്രദ്ധിച്ച് ഒരു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ജസ്റ്റ് ചിന്തിച്ച് ആൻസർ എഴുതുക. നമ്മളെ OMR ഷീറ്റ് ആണെന്ന് തന്നെ വിചാരിച്ച്, OMR ഷീറ്റുമായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ വളരെ നല്ല കാര്യം. കറക്റ്റ് ആയിട്ട് കറുപ്പിച്ച് പോവുക. മാർക്ക് ഇവാലുവേറ്റ് ചെയ്യുക. 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. മാക്സിമം നമുക്കൊരു 45 അല്ലെങ്കിൽ 45 മാർക്കോളം മേടിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഇട്ടേക്കുന്നത് കേട്ടോ. അത്ര ടഫ് ആയിട്ടൊന്നും കയറി വരുന്നില്ല, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോളൂ. അപ്പൊ എല്ലാവർക്കും നേരെ വരാം. ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് തുടങ്ങുന്നു. 51ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈലേറിയ ഈസ് കോസ്ഡ് ബൈ ബാക്ടീരിയ, പ്രോട്ടോസോവ, ഫംഗസ് ആൻഡ് വൈറസ്. ഫൈലേറിയ ഈസ് കോസ്ഡ് ബൈ, പറഞ്ഞോളൂ, അറിയാവുന്നവര് പറഞ്ഞോളൂ. 10 സെക്കൻഡ്. ഫൈലേറിയ ഈസ് കോസ്ഡ് ബൈ അറിയാവോ? ഫൈലേറിയ ഫംഗസ് അല്ല ഫൈലേറിയ വരുത്തുന്നത് അല്ലേ. വെച്ചറൂണി ബാങ്ക്രോഫിയ എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവയാണ് സത്യം പറഞ്ഞാൽ എന്ത് വരുന്ന ഫൈലേറിയ കേട്ടോ. ഫൈലേറിയ വരുന്ന പ്രോട്ടോസോവയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രോട്ടോസോവ കോൾഡ് ഫൈലേറിയ ഉച്ചേറിയ ബാൻക്രോഫ്റ്റി കേട്ടോ. ഉച്ചേറിയ ബാൻക്രോഫ്റ്റി എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവ ആണ് എന്ത് പറയുന്ന ഫൈലേറിയ വരുന്നത്. അപ്പൊ അവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. 3-4 പേർക്ക് അറിയാം, വെരി ഗുഡ്. 3-4 പേർക്ക് അറിയാം, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി അല്ലെ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. Which of the following method of contraception and can prevent sexually transmitted disease? Which of the following method of contraception can prevent sexually transmitted disease? Oral pill, condom, copper T, cervical cap. Oral pills, condom, copper T, cervical cap. പഠിപ്പിച്ചതാണ്. 10 സെക്കൻഡ് ആയിരുന്നു. അറിയാവുന്നൊരു ആൻസർ പറഞ്ഞോളൂ. അറിയാവുന്നവര് ആൻസർ പറഞ്ഞോളൂ. വെരി ഗുഡ്. ആർക്കും തെറ്റിപ്പോയിട്ടില്ല. നമ്മുടെ നോട്ട്സിൽ അതുപോലെ ഉണ്ട് അല്ലെ. കോണ്ടം ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി, കോണ്ടം ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. Hookworm penetrate into the body by penetration the skin of. Hookworm penetrate ചെയ്യുന്നത് എങ്ങനെയാണ് ബോഡിയിൽ? നല്ലതുപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹാൻഡ്, ഫുഡ്, ഇയർ, ഹെഡ്. 10 സെക്കൻഡ്. അറിയാവുന്നവർ പറഞ്ഞോളൂ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. PSCക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. Hookworm penetrate into body by penetrating the skin of. ബോഡിയുടെ ഏത് പാർട്ടിലൂടെയാണ് പെനട്രേറ്റ് ചെയ്ത് ഹുക്വം? ഓക്കെ, വെരി ഗുഡ്. എല്ലാരും പറഞ്ഞ കറക്റ്റ് ആണ്. ബെയർ ഫുട്ട് അല്ലെ. ബെയർ ഫുട്ട് എന്നാണ് ഞാൻ പഠിപ്പിച്ച. ബെയർ ഫുട്ടിലൂടെയാണ് പെനട്രേറ്റ് ചെയ്തത് കേട്ടോ. 2 ഹുക്വം രണ്ടിന്റെ പേര് നോട്ട് ചെയ്ത് വെച്ചോണം. അൻസൈക്ലോസ്റ്റോമിയാസ് ഡിയോഡിനേലും ആൻഡ് നെക്ടർ അമേരിക്കൻസ് കേട്ടോ. ഇത് രണ്ടുമാണ് ഹുക്വമിന് എക്സാമ്പിൾ കേട്ടോ. വോംസ് തന്നെ 4 ടൈപ്സ് വോംസുകളുണ്ട്. അതെല്ലാം നോട്ട്സിൽ വ്യക്തമായിട്ടുണ്ട്. നോക്കി പഠിച്ചോണം. ഓരോന്നിനും ഓരോ രീതിയിലാണ്. അതിൽ അനീമിയ ഉണ്ടാക്കുന്ന ടൈപ്സ് ഉണ്ട് അല്ലെ. സെറിബ്രൽ അറ്റാക്ക് ചെയ്യുന്ന ടൈപ്സ് ഓഫ് വേംസ് ഉണ്ട്. സാധാ വേംസ് അല്ലെ, ഡയറി ഉണ്ടാക്കുന്ന ടൈപ്പ് ഉണ്ട്. അപ്പൊ എനിവേ ആ നോട്ട്സ് എല്ലാം നോക്കണം. ഇല്ലാത്തവർക്ക് ബാക്കി കമ്മ്യൂണിറ്റിയിൽ വരുന്നുണ്ട് കേട്ടോ, ക്ലാസ്സിൽ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം പഠിപ്പിക്കാം. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. The common cause of bacterial sore throat. ബാക്ടീരിയ സോർ ത്രോട്ട് ഉണ്ടാക്കുന്ന കോമൺ ഓർഗാനിസം ഏതാണെന്നാണ് അല്ലെ. സോർ ത്രോട്ട്, സ്ട്രെപ്റ്റോകോക്കസ് പയോജിൻസ്, മൈക്കോപ്ലാസ, കോണി ബാക്ടീരിയം, മൈക്കോബാക്ടീരിയം. അറിയാവുന്നവർ പറഞ്ഞോളൂ. 10 സെക്കൻഡ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ സോർ ത്രോട്ട് നമുക്കറിയാം. സോർ ത്രോട്ട് അല്ലെങ്കിൽ ഫാരിഞ്ചൈറ്റിസ് വന്ന
പല വലിയ അസുഖങ്ങളുണ്ടാവും അല്ലെ, റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, റുമാറ്റിക് ഫീവർ, ഗ്ലോമർല നെഫ്രൈറ്റിസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അവിടെ കേന്ദ്ര കഥാപാത്രം സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് അല്ലെ, സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് കേട്ടോ. നമുക്ക് സോർ ത്രോട്ടിൽ മോസ്റ്റ് കോമൺ വരുന്ന സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് കേട്ടോ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്, ആർക്ക് തെറ്റിട്ടില്ലല്ലോ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. The triage yellow color indicate. ട്രയാജിൽ യെല്ലോ കളർ ഇൻഡിക്കേറ്റ്. ടാഗിങ് ആൻഡ് ട്രയാജിങ് പഠിപ്പിച്ചാണ്. യെല്ലോ ഇസ് എമർജന്റ്, അർജന്റ്, നോൺ അർജന്റ്, CPR. ഫസ്റ്റ് സെക്കൻഡ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോണം, എമർജന്റ് എന്ന് പറയുമ്പോൾ അറ്റ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് റെഡ് ആണ് കേട്ടോ. വിത്തിൻ 10 മിനിറ്റ്സ് വെരി അർജന്റ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്താ, വെരി അർജന്റ് ആയിട്ട് എടുക്കുമ്പോഴാണ് എന്ത് വരുന്നത്, യെല്ലോ വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ വെരി അർജന്റ് എന്നൊരു വേർഡ് ഇല്ല, ഇവിടെ വെരി അർജന്റ് എന്നൊരു വേർഡ് ഇല്ല അല്ലെ. അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന എമർജന്റ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്രയാജ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇന്റർനാഷണൽ ലെവലിൽ കോഡിങ് തിരിക്കുമ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരും കേട്ടോ. അപ്പൊ വെരി അർജന്റ് എന്ന് പറഞ്ഞ് മാറുമ്പോഴാണ് യെല്ലോ വരുന്നത്. പക്ഷെ ഇവിടെ അർജന്റ് എന്ന് മാത്രമേ ഓപ്ഷനിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താണ് അവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. എയിംസിന്റെ ആൻസർ കീഴിൽ കൊടുത്തേക്കുന്ന എമർജന്റ് ആണ് യെല്ലോ കളർ കേട്ടോ. അത് ഈ ഒരു റീസൺ കൊണ്ടാണ് എടുത്തേക്കുന്നത്. എമർജന്റ് രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. റെഡ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കേട്ടോ. റെഡ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ചെയ്യേണ്ട ടാഗിങ് ആണ് റെഡ് എന്ന് പറയുന്നത്. യെല്ലോ എന്ന് പറയുന്നത് എപ്പോഴാണ്, വിത്തിൻ 10 മിനിറ്റ്സ് അല്ലെ, 10 മിനിറ്റ്സിനകം. അപ്പൊ അതും വെരി അർജന്റ് ആയിട്ടുള്ള കേസുകളാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ എമർജന്റ് ആണ് കേട്ടോ. എമർജന്റ്. ഓക്കെ, ശ്രദ്ധിച്ചോണം കേട്ടോ. വെരി അർജന്റ് എന്നുള്ള ഒരു വേർഡ് ഇല്ലാത്തത് കൊണ്ട് അവിടെ യെല്ലോ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത നെക്സ്റ്റിലോട്ട് പോകുന്നു. The infection which is acquired from animal to human. അനിമലിൽ നിന്ന് ഹ്യൂമനിലോട്ട് കൊണ്ടുവരുന്ന ഇൻഫെക്ഷൻ. പ്ലേഗ്, പോളിയോ, പെട്രൂസിസ്, മലേറിയ. ഫസ്റ്റ് സെക്കൻഡ് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ, എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പ്ലേഗ് അല്ലെ. പ്ലേഗ് നമ്മൾ പറഞ്ഞു മെക്കാനിക്കൽ വെക്ടർ ബോൺ ഡിസീസ് ആണ് എന്തെന്ന് പറയുന്ന പ്ലേഗ്. അതായത് പ്ലേഗ് ചെള്ള് ഇങ്ങ് നേരെ വലിച്ചുകൊണ്ട് ഇങ്ങ് വരികയാണ് ചെയ്യുന്നത് അല്ലെ. അതിൽ പ്രത്യേകിച്ച് ബയോളജിക്കൽ ചേഞ്ചസ് ഒന്നും ആ വെക്ടറിൽ നടക്കത്തില്ല അല്ലെ. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ പ്ലേഗ് അല്ലെ. പ്ലേഗ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. ആൻസർ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The multi-purpose worker in generally serve as a rural population of. Multi-purpose worker in general serve as a rural population of 1000, 3000, 5000, above 5000. അറിയാവുന്ന ആൻസർ പറഞ്ഞു. ഫസ്റ്റ് സെക്കൻഡ് ആയിരുന്നു. നല്ലതുപോലെ പഠിപ്പിച്ചതാണ്. വെരി ഗുഡ്. ഒരാൾ ആൻസർ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ ശ്രദ്ധിച്ചോണം, ഞാൻ നല്ലതുപോലെ പഠിപ്പിച്ചതാണ്. സബ് സെന്ററിൽ വരുന്ന സ്റ്റാഫുകൾ ആരൊക്കെയാണെന്ന് അല്ലെ. സബ് സെന്ററിലും വരുന്ന സ്റ്റാഫുകളുണ്ട്, വില്ലേജ് ലെവലിൽ വരുന്ന സ്റ്റാഫുകളുണ്ട്, PHC ലെവലിൽ വരുന്നുണ്ട് അല്ലെ. അപ്പൊ സബ് സെന്റർ ലെവലിൽ വരുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് സബ് സെന്റർ പോപ്പുലേഷൻ അറിയാം, 3000 to 5000 അല്ലെ. 3000 to 5000 ആണ് അവിടെ വരുന്നത് അല്ലെ. ഓക്കെ, അവിടെ സബ് സെന്ററിൽ പിന്നെ വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലെ കീവേഡ്. ഇവിടുത്തെ കീവേഡ് എന്താ, ജനറൽ. അപ്പം ജനറൽ മീൻസ് എന്താണ്, ഈസ് പ്ലെയിൻ ഏരിയ അല്ലെ. ജനറൽ എന്ന് പറയുമ്പോൾ പ്ലെയിൻ ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. ഹില്ലി ഏരിയ, ഡിഫിക്കൽട്ട്. അപ്പൊ അത് നമുക്ക് ജനറൽ ആയിട്ട് പറയാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ ജനറൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ജനറൽ ഏരിയ എടുക്കണം അല്ലെ, പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ. അപ്പൊ പ്ലെയിൻ ആയിട്ട് ഏരിയ എടുക്കുമ്പോൾ കറക്റ്റ് ആൻസർ ചെയ്ത് വരും 5000 കേട്ടോ. അപ്പൊ 5000 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്.
തെറ്റിപ്പോയത് ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യണം കേട്ടോ. അടുത്ത ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ മെറ്റൽ വിച്ച് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഫാമിലി പ്ലാനിങ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. മെറ്റൽ യൂസ്ഡ് കോമൺലി യൂസ്ഡ് ഫോർ പ്ലാനിങ്: അയൺ, അലൂമിനിയം, കോപ്പർ, സിൽവർ. 5 സെക്കൻഡ്. 5 സെക്കൻഡ്. അപ്പൊ കോൺട്രാസെപ്റ്റീവ് ഡിവൈസിൽ കോമൺലി യൂസ് ചെയ്യുന്നത് കോപ്പർ ആണ്. പക്ഷെ ന്യൂ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സിൽവറും കൂടെ വരുന്നുണ്ട് കേട്ടോ. ന്യൂവില് സിൽവറും വരുന്നുണ്ട്. പക്ഷെ ഇവിടെ കോമൺലി എന്ന് പറഞ്ഞ രീതിയിൽ ചോദിച്ചതുകൊണ്ട് ആൻസർ ഈസ് കോപ്പർ ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. കോപ്പർ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ന്യൂലി കോപ്പർ ടീയിൽ വരുമ്പോൾ സിൽവറും വരുന്നുണ്ട് കേട്ടോ. സിൽവറും വരുന്നുണ്ട്. അഡ്വാൻസ്ഡ് കോപ്പർ ടീയിൽ സിൽവർ വരുന്നുണ്ട് കേട്ടോ. അടുത്ത നെക്സ്റ്റ് ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. The best time for IUD insertion is in which day of menstruation cycle? The best time of IUD insertion in between which days of menstruation cycle? Within 2 days, 3 to 7 days, 8 to 10 days, 11 to 14 days. Best 10 സെക്കൻഡ് ആയിരുന്നു. നല്ലോണം ചിന്തിച്ച് ആൻസർ പറയണം. ചിന്തിച്ച് ആൻസർ പറയണം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്ന? വിച്ച് ഡേയ്സ് ഓഫ് മെൻസ്ട്രൽ സൈക്കിളിൽ ഏതാണ് ബെസ്റ്റ് ടൈം എന്നാണ് പറഞ്ഞത്. യൂഷ്വലി നമ്മൾ ആഫ്റ്റർ മെൻസ്ട്രേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഡ്യൂറിങ് മെൻസ്ട്രേഷൻ നല്ലതാണ്. പക്ഷെ ഡ്യൂറിങ് മെൻസ്ട്രേഷനിൽ IUD ഇൻസേർട്ട് ചെയ്യാൻ എക്സ്പെൽഷന് ചാൻസ് കൂടുതലാണ് അല്ലെ, ആഫ്റ്റർ മെൻസ്ട്രേഷൻ ആണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ വന്നേക്കുന്ന മെൻസ്ട്രേഷൻ സൈക്കിളിൽ എപ്പോഴാണ് വരുന്നതെന്ന് അല്ലെ. അപ്പം നമുക്കറിയാം നോർമലി ഒരു മെൻസ്ട്രേഷൻ സൈക്കിൾ 5 to 7 days ആണ് ടോട്ടൽ വരുന്ന. അപ്പൊ നമ്മുടെ ആൻസർ അതിനകത്ത് നിൽക്കണം അല്ലെ. അപ്പൊ 2 days എന്ന് പറയാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് അതെന്ന് പറയുന്നത് എന്താണ്, അബ്നോർമൽ ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ വിത്തിൻ 3 to 7 days ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. 8 to 10 days 11 to 14 days അല്ല, ഇവിടെ മെൻസ്ട്രൽ സൈക്കിളിനകത്തുള്ള ബെസ്റ്റ് ടൈം ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് 3 to 7 days ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നല്ല ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കുറച്ചു പേർക്ക് തെറ്റി, കുറച്ചു പേർക്ക് ശരിയായിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ, ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറി മാറി വരും. പ്രിവെൻഷൻ ഓഫ് tuberculosis infection is measured by. Prevention of tuberculosis infection is measured by chest X-ray, sputum AFP, tuberculin test, sputum culture. Prevention of tuberculosis infection is measured by chest X-ray, sputum AFP, tuberculin test, sputum culture. 10 സെക്കൻഡ് അറിയാവുന്ന ഒരു ആൻസർ പറഞ്ഞോളൂ. 10 സെക്കൻഡ് അറിയാവുന്ന ഒരു ആൻസർ പറഞ്ഞോളൂ. തെറ്റി. 1-2 പേർക്ക് ശരിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചോദിച്ചേക്കുന്നത് പ്രിവെൻഷൻ ഓഫ് ട്യൂബർക്കുലോസിസ് അല്ലെ. പ്രിവെൻഷൻ ഓഫ് ട്യൂബർക്കുലോസിസ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഡിറ്റക്ഷൻ ആണ് പ്രയോറിറ്റി കേട്ടോ. അപ്പൊ ഡിറ്റക്ഷൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ചെസ്റ്റ് എക്സ്റേയും സ്പ്യൂട്ടം AFBയും അല്ലെ, സ്പ്യൂട്ടം AFBയും സ്ക്രീനിങ് ടെസ്റ്റിൽ പോവുകയും സ്പ്യൂട്ടം കൾച്ചർ എന്ന് പറയുന്നത് എന്തിനു പോകും, കൺഫർമേറ്ററി ടെസ്റ്റും പോവും. ട്യൂബർക്കുലോസ് ടെസ്റ്റ് ഫോർ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ മറക്കരുത് കേട്ടോ. ഇങ്ങനെ 3 രീതിയിലാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് വരുന്ന. ചെസ്റ്റ് എക്സ്റേ, സ്പ്യൂട്ടം AFBയും വരുന്നത് ഏതാണ്, സ്ക്രീനിങ് ടെസ്റ്റ്. സ്പ്യൂട്ടം കൾച്ചർ ഈസ് ദ കൺഫർമേറ്ററി ടെസ്റ്റ്. ട്യൂബർക്കുലൻ ടെസ്റ്റ് ഈസ് ഫോർ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ. തെറ്റിപ്പോയത് കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. സി ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചോണം കേട്ടോ. ഇതുപോലെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എക്സാമിന് കേട്ടോ. ഇതുപോലെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വരാം. The period after entry of the organism to produce maximum infection. Incubation period, generation period, serial interval period, late time. മാക്സിമം ഇൻഫെക്ഷൻ വരുന്ന ഏതാണ്? നല്ലതുപോലെ പഠിപ്പിച്ചാണ്.
ഫസ്റ്റ് സെക്കൻഡ് ആയിരുന്നു. വെരി ഗുഡ്. മോൺഷേസ്റ്റർ കറക്റ്റ് ചെയ്തു. ഓക്കെ, അല്ല തെറ്റിയല്ല. ഡിസീസ് സൈക്കിളിൽ ഞാൻ നല്ലതുപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. ഡിസീസ് സൈക്കിളിൽ മൈക്രോ ഓർഗാനിസം എൻ്റർ ചെയ്ത് അവിടെ വരുന്ന ഫസ്റ്റ് സിംറ്റം വരുന്നതാണ് ഇൻക്യുബേഷൻ പീരീഡ് അല്ലെ. പിന്നെ അവിടെ മാക്സിമം ഇൻഫെക്ടിവിറ്റിയിലോട്ട് പോകുന്നത് അല്ലെ, അവിടെ എന്തെന്ന് പറയുന്നത് ജനറേഷൻ പീരീഡ്. പിന്നെ അത് ജനറേറ്റ് ചെയ്ത് വരണം അല്ലെ. അപ്പൊ അത് ആൻസർ ഇസ് ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ അല്ലെ. സീരിയൽ ഇന്റർവെൽ ടൈം, ഒന്നിൽ നിന്ന് പ്രൈമറി കേസിൽ നിന്ന് സെക്കൻഡറി കേസിലോട്ട് സ്പ്രെഡ് ചെയ്തു പോകുന്നത്. ലേറ്റ് ടൈം, ടോട്ടൽ ഒരു ഡിസീസ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ലെഡ് ടൈം അല്ലെ. അപ്പൊ അവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ജനറേഷൻ പീരീഡ് ഈസ് ദ കറക്റ്റ് ആൻസർ. നല്ലതുപോലെ നോട്ടി പഠിപ്പിച്ചിട്ടുണ്ട്, വായിച്ചോണം കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, option B is the correct answer. Okay, very good, very good, very good, very good, very good, very good. Okay, next question load പോവാം. Which is most difficult to block spreading? Which is most difficult to block spreading? Spreading എങ്ങനെയാണ്? ഡിഫിക്കൽട്ട് സ്റ്റേജ് ഏതാണെന്ന്? വെക്ടർ സ്റ്റേജ്, മാൻ ടു മാൻ ട്രാൻസ്മിഷൻ, എയർബോൺ, വാട്ടർ ബോൺ. മോസ്റ്റ് ഡിഫിക്കൽട്ട് ബ്ലോക്ക് ഓഫ് സ്പ്രെഡിങ്. ഫസ്റ്റ് സെക്കൻഡ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്, ആർക്കും തെറ്റിയിട്ടില്ല. എയർബോൺ അല്ലെ, എയർബോൺ ആണ് ഭയങ്കര ഡിഫിക്കൽട്ടി അല്ലെ, ടു കൺട്രോൾ ചെയ്യാൻ എയർബോൺ ആണ് ഏറ്റവും പാട്. ഏറ്റവും ഡിഫിക്കൽട്ട് ടു സ്പ്രെഡ് വരുന്ന എയർബോൺ അല്ലെ. കൊറോണ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. അവിടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, എയർബോൺ ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി, എയർബോൺ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. Keratomalacia is associated with measles, mumps, rubella, chickenpox. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വരുന്ന ഏതിലാണ്? തെറ്റി. ഇവിടെ നിങ്ങൾക്ക് തെറ്റി. കറക്റ്റ് ആൻസർ റുബല്ലയാണ് അല്ലെ. കൺജനൈറ്റൽ കാറ്ററാക്ട്, നൈറ്റ് ബ്ലൈൻഡ്നസ്, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് എല്ലാം വരുന്ന കെരാറ്റോമലേഷ്യ ഈസ് അസോസിയേറ്റഡ് വിത്ത് റുബല്ലയാണ് കേട്ടോ, ഓർത്തോണം. ഇവിടെ മീസൽസ് നിങ്ങൾ പറയാൻ കാരണം എനിക്കറിയാം, ഞാൻ പഠിപ്പിച്ചായിരുന്നു. മീസൽസ് വാക്സിൻ എടുത്തതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വരുന്നത് കേട്ടോ. അവിടെ തെറ്റിപ്പോയത്. മീസൽസിനെതിരെയുള്ള വാക്സിൻ കുത്തിവെക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വരുന്നത് അല്ലെ. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി അല്ലെ. അപ്പൊ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ഒരു ലാർജ് രീതിയിൽ എപ്പിഡമിക് മീസൽസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വാക്സിൻ വിത്തിൻ 6 to 9 months നമ്മൾ വാക്സിൻസ് ബേബിക്ക് കൊടുക്കും. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന്. കാരണം മീസൽസ് വാക്സിൻ കുത്തിവെച്ചാൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വരും അല്ലെ. ഇനി കെരാറ്റോമലേഷ്യ ഈസ് ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കണം? റുബല്ലയാണ് അവിടെ കറക്റ്റ്. അപ്പൊ ആ കൺജനൈറ്റൽ കാറ്ററാക്ട് എന്നുള്ള കാര്യം ചിന്തിക്കണം കേട്ടോ, മനസ്സിൽ. അപ്പൊ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മൾ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. In polio transmission, EC block can be applied by acting on. In polio transmission, EC block can be applied acting on. അപ്പൊ പെട്ടെന്ന് പോളിയോ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നത് റിസർവോയർ ലെവലിലാണോ, സസെപ്റ്റബിൾ ലെവലിലാണോ, ഫീക്കോ ഓറൽ റൂട്ട് ആണോ, ഏജന്റ് ആണോ? പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഫീക്കോ. തെറ്റിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ കമ്മ്യൂണിറ്റി ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ പോളിയോ ട്രാൻസ്മിഷൻ ഈസി ബ്ലോക്കിൽ നമ്മൾ ഏതല്ല, ഇനി പോളിയോ അല്ല ഏതെടുത്താലും അവിടെ ഏജന്റ് അല്ലെ, ഡയറക്റ്റ് കോസിറ്റീവ് ഏജന്റിനെ ബ്ലോക്ക് ചെയ്ത് കളയണം കേട്ടോ. ഡയറക്റ്റ് കോസിറ്റീവ് ഏജന്റിനെ ബ്ലോക്ക് ചെയ്ത് കളയണം കേട്ടോ. അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഏജന്റ് കേട്ടോ. ഏജന്റ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഒരാൾക്കും എല്ലാരും സി ആണ് പറഞ്ഞത്. ഞാൻ തെറ്റി, എല്ലാരും ഒരേ കണക്ക് സി പറഞ്ഞു കേട്ടോ. ഓക്കെ, നെക്സ്റ്റിലോട്ട് വരുന്നു.
As per latest WHO guidelines, which dehydration status require ORS? As per latest WHO guidelines, which dehydration status require ORS? Mild dehydration, moderate dehydration, severe dehydration, any form of dehydration. First, second, according to, as per the latest WHO guidelines, which dehydration required, status required ORS? അറിയാവുന്ന ആൻസർ പറഞ്ഞോളൂ. ഒന്ന് രണ്ട് മൂന്ന് മൂന്നാലഞ്ച് കറക്റ്റ് ആൻസർ വന്നു. എനി ഫോം ഓഫ് ഡീഹൈഡ്രേഷൻ അല്ലെ, ഏത് ഫോം ഓഫ് ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ പോലും WHO എന്ത് പറയുന്നുണ്ട്? ORS. അത് മൈൽഡ് ആവട്ടെ, മോഡറേറ്റ്, സിവിയർ പേഷ്യന്റ് കോൺഷ്യസ് ആവുകയാണെങ്കിൽ വീണ്ടും അവിടെയും അപ്ലൈ ചെയ്യാം അല്ലെ. ഓക്കെ, എനിവേ അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി അല്ലെ, എനി ഫോം ഓഫ് ഡീഹൈഡ്രേഷൻ. ഓക്കെ, സം ഫോം, മൈൽഡ് എന്നൊക്കെ പറഞ്ഞുണ്ട്, ഡീഹൈഡ്രേഷന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, എല്ലാം ഞാൻ പഠിപ്പിക്കാം, ഫണ്ടമെന്റൽസിന്റെ കൂടെ ചേർത്ത് പഠിപ്പിക്കാം കേട്ടോ. ഓക്കെ, എന്തായാലും ഫ്ലൂയിഡ്, ഇലക്ട്രോലൈറ്റ്, ആസിഡ് ബേസ് ഇംബാലൻസ് അതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് പഠിപ്പിക്കാം കേട്ടോ. അതാകുമ്പോഴാണ് ഈസി, നമുക്ക് പഠിപ്പിച്ചു വരാൻ ഈസി അതാണ് കേട്ടോ. ഓക്കെ, അടുത്ത നെക്സ്റ്റിലോട്ട് പോന്നു. ഓൺലി ഹ്യൂമൻ ബീങ് ആർ ദ റിസർവോയർ. ഓൺലി ഹ്യൂമൻ ബീങ് ആർ ദ റിസർവോയർ. റിസർവോയർ എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചു അല്ലെ. റിസർവോയർ എന്ന് പറയുമ്പോൾ ലീവ്സ് ആൻഡ് മൾട്ടിപ്ലൈ അല്ലെ. സ്മോൾ പോക്സ്, ഇൻഫ്ലുവൻസ, സാൽമണല്ല, റാബിസ്. ഹ്യൂമൻ ബീങ്സ് ആർ ദ റിസർവോയർ. റാബിസോ? നല്ലോണം ആലോചിച്ച് പറയണം കേട്ടോ. സ്മാൾ പോക്സ് അല്ല, അറിഞ്ഞിരിക്കണം. നമ്മുടെ സ്റ്റൊമക്ക്, ഗട്ട് അല്ലെ, ഇൻഡസ്റ്റൈനിൽ ലീവ്സ് ആൻഡ് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഓർഗാനിസമാണ് സാൽമണല്ല കേട്ടോ. അപ്പൊ സാൽമണല്ല ഈസ് ദ ഓൺലി ഹ്യൂമൻ റിസർവോയർ കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓൺലി ഹ്യൂമൻ ബീങ് ആർ ദ റിസർവോയർ ഫോർ സാൽമണല്ല കേട്ടോ. സാൽമണല്ല ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, റാബിസ് അല്ല, ഇൻഫ്ലുവൻസ അല്ല. ഇൻഫ്ലുവൻസ നിപ്പ ഗ്രൂപ്പിലൊക്കെ ഇൻഫ്ലുവൻസ വരും. അത് പിഗ് പല അല്ലെ, പിഗിൽ വരുന്നുണ്ട്, അണ്ണാനിൽ വരുന്നുണ്ട്, സ്ക്വാറൽസ് വരുന്നുണ്ട് അല്ലെ, പിന്നെ മങ്കീസിൽ വരുന്നുണ്ട്. ഇൻഫ്ലുവൻസ റിലേറ്റ് ചെയ്ത് സ്മാൾ പോക്സും അങ്ങനെ തന്നെ മാറുന്നുണ്ട്. അതുപോലെ റാബിസും വരുന്നുണ്ട് അല്ലെ. ഓക്കെ, നെക്സ്റ്റിലോട്ട് വരുന്നു. IFA tablet given, iron and folic acid given with an HB below 10 gram percentage, HB below 12 gram, HB below 14 gram, HB below 60 gram of mother. IFA ടാബ്ലറ്റ് കൊടുക്കേണ്ടത് HB എത്ര കുറയുമ്പോഴാണ്? ആൻസർ പറഞ്ഞോളൂ. 10 gram, 12 gram, 14 gram, 16 gram. 10 സെക്കൻഡ് ആയിരുന്നു. ആൻസർ അറിയാവുന്നവർ പറഞ്ഞോളൂ. 10 സെക്കൻഡ് ആയിരുന്നു. 10 സെക്കൻഡ് ആയിരുന്നു. അറിയാവുന്ന ഒരു ആൻസർ പറയണം. 12 അല്ല, 10 gram. നോട്ട് എഴുതിയിട്ടുണ്ട്, നോട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ട്. 10 gram ആണ് വരുന്നത് കേട്ടോ. 10 gram ആണ് IFA കേട്ടോ. IFA ടാബ്ലറ്റ് ഗിവൻ വെൻ HB ബിലോ 10 gram ഓഫ് എ മദർ കേട്ടോ. 10 gram ഓഫ് മദർ. അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ന്യൂട്രീഷനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അയൺ തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ന്യൂട്രീഷനിലല്ല, ആന്റിനേറ്റലിൽ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആന്റിനേറ്റൽ ആ ഒരു ഏരിയ വായിച്ചോണം കേട്ടോ. ക്ലാസ് കിട്ടാത്തവർക്ക് ഇനി മോർണിംഗ് ക്ലാസ് വരുന്നുണ്ട്, ഗൈനക്ക് പീഡിയാട്രിക്സ് ക്ലാസ് വരും കേട്ടോ. ഓക്കെ, അപ്പൊ HB ബിലോ 10 gram ഓഫ് മദർ ആണ് എന്തെന്ന് പറയുന്നത് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. The normal supplement of IFA during antenatal period is 4. Normal supplement of iron and folic acid during antenatal period is 4. 1 tablet throughout the period, pregnancy period, 1 tablet for 100 days, 2 tablets for 100 days, 3 tablets for 90 days. നല്ലോണം ആലോചിച്ച് പറയണം. 10 സെക്കൻഡ്. വെരി ഗുഡ്. അയൺ ആൻഡ് സപ്ലിമെന്റ് ഓഫ് അയൺ ആൻഡ് ഫോളിക് ആസിഡ്സ്. വെരി ഗുഡ്, പഠിപ്പിച്ചതാണ് അല്ലെ. അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റ് ഫോർ ഫസ്റ്റ് 100 ഡേയ്സ് അല്ലെ. ഡിറ്റക്ഷൻ ഫോർ 100 ഡേയ്സ് മിനിമം ആണ് നമ്മൾ പറയുന്നത് അല്ലെ. 100 ഡേയ്സ് ആണ് അവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓൺലി 1 ടാബ് ഫോർ 100 ഡേയ്സ്. അപ്പൊ അതിന്റെ ഡോസ് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, നോക്കിക്കോണം കേട്ടോ.
ഡീറ്റെയിൽ സ്ലൈഡ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നേരത്തെ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ICDS program initiated in India. ICDS program initiated in India. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. 1965, 75, 1981, 85. അറിയാവുന്ന ഒരു ആൻസർ പറഞ്ഞോളൂ. 10 സെക്കൻഡ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 1975 കേട്ടോ. 75 കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊരു കാര്യമാണ് ICDS കേട്ടോ. ICDS program initiated in India is 1975 കേട്ടോ. 1975 is the correct answer. Okay, very good, very good. എല്ലാവർക്കും അറിയാം. നല്ല കാര്യം, സന്തോഷമുണ്ട്. ഓക്കെ, നെക്സ്റ്റിലോട്ട് പോകുന്നു, നെക്സ്റ്റിലോട്ട് പോകുന്നു, നെക്സ്റ്റിലോട്ട് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട്. Which year the Central Birth and Death Registration Act come in force? Central Birth and Death Registration. 1967, 68, 69, 1970. A second. Correct answer 1969. 1969 is the correct answer. 1969 is the correct answer. Central Birth and Death Registration Government Act in force. In force എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ correct answer 69. Okay, very good. അടുത്ത നെക്സ്റ്റിലോട്ട് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മാറുന്നു. Which of the following is an example of spreading of disease by direct contact? ഡയറക്റ്റ് കോൺടാക്റ്റിൽ ഡിസീസ് പകരുന്ന റൂട്ട് ഏതാണ് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. സ്നീസിങ്, കിസ്സിങ്, സ്വെറ്റിംഗ്, കഫിങ്. Which of the following is an example of direct spreading disease? Sneezing, kissing, sweating and coughing. അറിയാവുന്നവർ പറഞ്ഞോളൂ. 10 സെക്കൻഡ്. ഡയറക്റ്റ് കോണ്ടാക്ട് അല്ലെ. ഡയറക്റ്റ് കോണ്ടാക്ട് വരുമ്പോൾ കിസ്സിങ് ആണ് കറക്റ്റ് ആൻസർ അല്ലെ. കിസ്സിങ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ്. അപ്പൊ സ്നീസിങ് നമുക്ക് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയർ ആയിട്ട് ഇൻഹെയിൽ ചെയ്തെടുത്താൽ മാത്രമേ അതെന്താണെന്നുള്ളൂ ഡയറക്റ്റ് ആയിട്ട് പറയുന്നുള്ളൂ. അപ്പം ചിലത് അങ്ങനെ ഇൻഹെയിൽ ചെയ്യത്തില്ല അല്ലെ. സ്വെറ്റിങ് അതുമായിട്ട് റിലേറ്റ് ചെയ്തല്ല, കഫിങ് അതുമായിട്ട് റിലേറ്റ് ചെയ്തല്ല അല്ലെ. ഓക്കെ, അപ്പൊ അവിടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട്. കോമൺ സൈൻസ് ആൻഡ് സിംറ്റംസ് ഇൻക്ലൂഡ് അബ്ഡോമിനൽ പെയിൻ, അപ്പറ്റൈറ്റ് ലോസ്, അനീമിയ. കോമൺ ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് ഇൻക്ലൂഡിങ് സിസ്റ്റ് ഫോം ചെയ്യുന്നത്, അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവുന്നത്, അപ്പറ്റൈറ്റ് ഉണ്ടാവുന്നത്, അപ്പറ്റൈറ്റ് ലോസ്, അനീമിയ ഉണ്ടാക്കുന്നത് ഏതാണ്? ബാക്ടീരിയ, ഫംഗൈ, വൈറസ്, പ്രോട്ടോസോവ. നല്ലോണം ആലോചിച്ച് ആൻസർ പറയാൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സിവിലൈസ്ഡ് പറഞ്ഞ കറക്റ്റ് ആണ്, കറക്റ്റ് ആണ് ആൻസർ. ഓക്കെ, ഓക്കെ, എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. എല്ലാവർക്കും അറിയാം പ്രോട്ടോസോവ അല്ലെ. പ്രോട്ടോസോവയാണ് അനീമിയ ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ അനീമിയ എന്നുള്ള ഒരു കോഡ് കിട്ടിയാൽ മതി അല്ലെ. അനീമിയ ഇസ് കോസിംഗ് ബൈ പ്രോട്ടോസോവ അല്ലെ. പ്രോട്ടോസോവ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രോട്ടോസോവ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, പ്രോട്ടോസോവ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകുന്നു. Communicability of a disease depend upon the availability of. Communicability of a disease depend upon the availability of pathogen, healthy person, genetic factor, susceptible phase. Pathogen ആണോ, healthy person ആണോ, genetic factor ആണോ, susceptible phase ആണോ? തെറ്റി. ശ്രദ്ധിക്കണം കേട്ടോ. കമ്മ്യൂണിക്കബിലിറ്റി എന്ന് പറയുന്നത് സ്പ്രെഡിങ് കേട്ടോ. സ്പ്രെഡിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സ്പ്രെഡിങ് ഈസ് റിലേറ്റഡ് ടു ദ മൈക്രോ ഓർഗാനിസം പതോജൻ കേട്ടോ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പതോജൻ കേട്ടോ. സസെപ്റ്റിബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ അസുഖം സിവിയർ ആവുന്നതാണ് കേട്ടോ. അസുഖം സിവിയർ ആവുന്നതാണ് സസെപ്റ്റിബിലിറ്റി ഓഫ് പേഷ്യൻ. ഓക്കെ, ഓക്കെ, അവിടെ കറക്റ്റ് ആൻസർ പതോജൻ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ. കുറച്ചു പേർക്ക് ശരിയായി, കുറച്ചു പേർക്ക് അതും തെറ്റിപ്പെട്ടു കേട്ടോ. മനസ്സിലാവുക, സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് തെറ്റിപ്പോവും. അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ. എക്സാമുകൾ സൂക്ഷിച്ച് എഴുതണം. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. Which of the following virus cause common cold? Which virus causing common cold? പഠിപ്പിച്ചാണ്. റൈനോ വൈറസ്, T4, MSSW, സിമിയൻ വൈറസ്. Which virus causes common cold?
റൈനോ വൈറസ്, T4 വൈറസ്, MSS വൈറസ്, സിമിയൻ വൈറസ്. വെരി ഗുഡ്. ആൻസർ ഇസ് റൈനോ വൈറസ് അല്ലെ. റൈനോ വൈറസ് ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. റൈനോ വൈറസ് കോസിംഗ് എന്താണ്? കോമൺ കോൾഡ് അല്ലെ. റൈനോ വൈറസ് കോസിംഗ് കോമൺ കോൾഡ് അല്ലെ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വന്നു. The fourth dimension of health according to WHO. Fourth dimension of health പഠിപ്പിച്ചാണ്. ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ. എല്ലാവർക്കും അറിയാം അല്ലെ. കറക്റ്റ് ആൻസർ ഇസ് സ്പിരിച്വൽ ഡയമെൻഷൻ. ഇത് കൂടാതെ വീണ്ടും വരുന്നുണ്ട് അല്ലെ, സൈക്കോളജിക്കൽ വരുന്നുണ്ട്, വൊക്കേഷണൽ ഡയമെൻഷൻ കേട്ടോ. അങ്ങനെ മൊത്തം ടോട്ടൽ 6 പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഫോർത്ത് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഡയമെൻഷൻ ആണ് ഇമ്പോർട്ടന്റ് അല്ലെ. ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ കഴിഞ്ഞാൽ സ്പിരിച്വൽ ഡയമെൻഷൻ ആണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ഫിസിക്കൽ, മെന്റൽ, സൈക്കോളജിക്കൽ, സ്പിരിച്വൽ, സോഷ്യൽ, വൊക്കേഷണൽ കേട്ടോ. അങ്ങനെ മൊത്തം 6 പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത നെക്സ്റ്റിലോട്ട് നമ്മൾ പാടുന്നു. നെക്സ്റ്റിലോട്ട് പാടുന്നു. A child with diarrhea is observation for the following except. A child with diarrhea is observed for following except. Diarrhea ഉള്ള ചൈൽഡിനെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. എന്താണ് ഒബ്സർവ് ചെയ്യേണ്ടാത്തത്? Presence of blood in the stool, signs of dehydration, how long the child has diarrhea, and skin petechiae. ആലോചിച്ച് പറയാം കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സ്റ്റൂൾ അല്ല. പ്രസൻസ് ഓഫ് ബ്ലഡ് ഇൻ ദ സ്റ്റൂൾ നമ്മൾ നോക്കണം. ഡയറിയ ഉണ്ടാക്കുന്ന അല്ലെ ചില ഓർഗാനിസംസ് ഡിസെൻട്രിയും വരും അല്ലെ. അപ്പൊ അത് നമ്മൾ നോക്കണം. ഡീഹൈഡ്രേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് അല്ലെ. ഫൊണ്ടനിലേക്ക് ചെക്ക് ചെയ്യണം. ആന്റീരിയർ ഫൊണ്ടനിലേക്ക് ഡീഹൈഡ്രേഷൻ ചെക്ക് ചെയ്യണം അല്ലെ. ഹൗ ലോങ് ദ ചൈൽഡ് ഹാസ് ഡയറിയ അത് നമുക്ക് വേണം. ഡയറിയ ക്ലാസിഫൈ ചെയ്യാൻ അല്ലെ. പെർസിസ്റ്റന്റ് ആണോ, ക്രോണിക് ആണോ, അക്യൂട്ട് ഡയറിയ ആണോ എന്നൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ ലവ് ലോങ് നോക്കണം. സ്കിൻ പെറ്റീഷൻ നമ്മൾ ബ്ലീഡിങ്ങിലാണ് നോക്കുന്നത് അല്ലെ. മെയിൻലി ഹീമോഫീലിയ, ജോയിന്റ് ബ്ലീഡിങ് അല്ലെ. ഓക്കെ, അപ്പൊ അവിടെ കറക്റ്റ് ആൻസർ എന്താണ്? സ്കിൻ പെറ്റീഷ്യ ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. സ്കിൻ പെറ്റീഷ്യ ഇസ് ദ കറക്റ്റ് ആൻസർ. 2-3 പേർക്ക് ശരിയായിട്ടുണ്ട്, 3-4 പേർക്ക് തെറ്റിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ റിവൈസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ശരിയാവും കേട്ടോ. ഓക്കെ, നോ പ്രോബ്ലം. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഫെക്ഷൻസ് പ്രൈമർലി ഓഫ് അനിമൽസ്, പ്രൈമർലി ഓഫ് അനിമൽസ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ മിൽക്ക് ഈസ് ഓൾ എക്സെപ്റ്റ്. അപ്പൊ മിൽക്ക് വഴി ട്രാൻസ്മിറ്റ് ചെയ്യാത്ത അസുഖം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ട്യൂബർക്കുലോസിസ്, ബ്രൂസലോസിസ്, ക്യൂ ഫീവർ ആൻഡ് മലേറിയ. അറിയാവുന്ന ആൻസർ പറഞ്ഞോളൂ. ഇൻഫെക്ഷൻസ് പ്രൈമർലി അനിമൽസ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ മിൽക്ക് ഈസ് ഓൾ എക്സെപ്റ്റ് ട്യൂബർക്കുലോസിസ്, ബ്രൂസലോസ്, ക്യൂ ഫീവർ ആൻഡ് മലേറിയ. 10 സെക്കൻഡ് ആയിരുന്നു. ഓക്കെ, എല്ലാവരും പറഞ്ഞതാണ് മലേറിയ ഇസ് ട്രാൻസ്മിറ്റഡ് ബൈ അല്ലെ ഫീമെയിൽ അനഫലോസ് മസ്കിറ്റോ അല്ലെ. ഓക്കെ, ബാക്കി ട്യൂബർക്കുലോസിസ്, ബ്രൂസലോസിസ്, ക്യൂ ഫീവർ അല്ലെങ്കിൽ ട്രഞ്ച് ഫീവർ അതെല്ലാം വരുന്ന ഏതിലാണ്? ബൈ മിൽക്ക്, ആനിമൽ ട്രാൻസ്മിഷൻ വരും അല്ലെ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. പീരീഡ് ഓഫ് മാക്സിമം ഇൻഫെക്ടിവിറ്റി ഇൻ മംസ് ഡ്യൂറിങ്. മംസിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന സ്റ്റേജ് ഏതാണെന്ന്? മാക്സിമം ഇൻക്യുബേഷൻ പീരീഡ്, സെല്ലിംഗ് സ്റ്റേജ്, ആഫ്റ്റർ സെല്ലിംഗ്, പ്രോഡ്രോമൽ പീരീഡ്. മംസില് നല്ലോണം ആലോചിച്ച് പറയണം. മംസില് മാക്സിമം ഇൻഫെക്ടിവിറ്റി ഓഫ് മംസ് ഈസ് ഡ്യൂറിങ്. വെരി ഗുഡ്, 2 ആൻസർ വന്നു. നല്ല ആൻസർ 2 കിട്ടി. ഓക്കെ, ഓക്കെ, വെരി ഗുഡ് കേട്ടോ. മംസ് ആ മുളച്ചു നിൽക്കുന്ന സമയത്ത് അടുത്ത് പോകരുത്, പകരും കേട്ടോ. അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചോണം. മംസിന്റെ ചെവിയുടെ ഭാഗത്താണ്, പരോട്ടിക് ഗ്ലാൻസിലാണ് സെല്ലിങ് വരുന്ന. ആ സമയത്ത് പേഷ്യന്റിന്റെ അടുത്ത് പോകരുത്. ഇതേ എന്താണ് ഹൈ ചാൻസ് ഫോർ എന്താണ്. അപ്പൊ ഓൺസെറ്റ് ഓഫ് സെല്ലിംഗ് ഇസ് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓൺസെറ്റ് ഓഫ് സെല്ലിംഗ് ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ,
അവിടെ നമുക്ക് കറക്റ്റ് ആൻസർ കൊടുക്കാം ഓപ്ഷൻ ബി അല്ലെ ഓൺസെറ്റ് ഓഫ് സെല്ലിംഗ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കുറച്ചു പേർക്ക് തെറ്റി, കുറച്ചു പേരുടെ ശരിയായില്ല, കുറച്ചു പേരുടെ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ശരിയായി വരുമായിരിക്കും. ഓക്കെ അടുത്ത നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. ബ്ലോക്ക് ലെവൽ കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി വില്ലേജസ്? എത്ര വില്ലേജ് കൂടി ചേർന്നാണ് ഒരു ബ്ലോക്ക് ഉണ്ടാവുന്നത്? 50 ആണോ 70 ആണോ 90 ആണോ 100 ആണോ? പഠിപ്പിച്ച അല്ലെ? പഠിപ്പിച്ചാണ് ഇമ്പോർട്ടന്റ്. ഞാൻ പഠിപ്പിച്ചു 50 100 ബ്ലോക്കുകാർക്ക് കൂടി 100 അംഗനവാടി, 100 അംഗനവാടിയിൽ 100 അംഗനവാടി ടീച്ചർമാർ, 100 അംഗനവാടി ടീച്ചർമാരെ നിയന്ത്രിക്കാനായിട്ട് ഒരു ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ അല്ലെ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ. ഇനി 100 അംഗനവാടിയെ വീണ്ടും 25 വെച്ച് എന്താണ് മുഖ്യ സേവിക എന്ന് പറഞ്ഞ് അല്ലെ അടുത്ത വരും, അവരെ നിൽക്കാനായിട്ട് വേറെ ഒരു സൂപ്പർവൈസർ, അംഗനവാടി സൂപ്പർവൈസറും വരും അല്ലെ. അപ്പൊ അതെല്ലാം പഠിപ്പിച്ചതാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി അല്ലെ. എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞ കറക്റ്റ് തന്നെയാണ് ആൻസർ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which year health for all came in force? അൽമാൾട്ട ഡിക്ലറേഷൻ ഹെൽത്ത് ഫോർ ആൾ 2000 AD അത് പറഞ്ഞു, ഡിക്ലറേഷനിൽ പറഞ്ഞു. അതിനുശേഷം അത് കെയിം ഇൻ ഫോഴ്സ് വന്നത് എന്നാണ്? 80, 81, 82, 83. 1981, 80, 81, 82, 83. 10 സെക്കൻഡ് ആയിരുന്നു. നോട്ടിലില്ല, സൈഡിൽ എഴുതി വെക്കണം കേട്ടോ. സൈഡിൽ എഴുതിക്കണം. 82 കേട്ടോ. 82 ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. 1982 ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി. വെരി ഗുഡ്. ഒരാൾ ആൻസർ പറഞ്ഞു കേട്ടോ. 82 ഈസ് ദ വിച്ച് ഇയർ ഹെൽത്ത് ഫോർ ഓൾ കെയിം ഇൻ ടു ഫോഴ്സ് വന്നത് 82. അപ്പൊ അൽമാൾട്ട പ്രൈമറി ഹെൽത്ത് കെയർ കോൺസെപ്റ്റ് കടമെടുത്തു കൊണ്ടുവന്നു, അസംബ്ലിയിൽ വെച്ചു. അതിനുശേഷം അത് ആക്ടിൽ കൊണ്ടുവന്നത് എന്നാണ്? 82-ലാണ്. ഇറ്റ് ഈസ് കം ഇൻ ഫോഴ്സ്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. Which of the following is a natural method of contraception? Which of the following is the natural method of contraception? Coitus interruptus, safe period, condom and oral pills. കോയിറ്റസ് ഇൻട്രപ്റ്റസ് അല്ല. കറക്റ്റ് ആൻസർ സേഫ് പീരീഡ് അല്ലെ. റിതം മെത്തേഡ്, കലണ്ടർ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ നാച്ചുറൽ മെത്തേഡ് വരുന്നത്. കോയിറ്റസ് ഇൻട്രപ്റ്റ്സിൽ ഫെയിലിയർ റേറ്റ് ഉണ്ട് കേട്ടോ. അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. സേഫ് പീരീഡ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ കുറച്ചു പേർക്ക് ശരിയായിട്ടുണ്ട്. ഓക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. Which year National Health Mission was launched? NHM വന്നത് ഏത് വർഷം? NHM നാഷണൽ ഹെൽത്ത് മിഷൻ വന്ന വർഷം 2012, 2013, 2014, 2014 ജൂൺ, മെയ്, 1 മെയ് അല്ലെ? ആ 10 സെക്കൻഡ് ആയിരുന്നു. പാടാണല്ലേ. ഓക്കെ നോട്ടിലുണ്ട്, നോട്ട്സിൽ നോക്കി എഴുതിക്കോണം കേട്ടോ. അപ്പൊ 1 ഏപ്രിൽ 2005 NRHM ആണെങ്കിൽ 1 മെയ് 2013 എന്ത് വന്നു? NHM വന്നു കേട്ടോ. അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. 1 ഏപ്രിൽ വന്നു, 1 മെയ്യിൽ ആര് വന്നു? 2013, 2005 രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി കേട്ടോ. തെറ്റിപ്പോരുത്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി 1 മെയ് 2013 എന്ത് വന്നു? NHM അല്ല, NHM വന്നു. NRHM 1 ഏപ്രിൽ 2005. ഓക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. തിരിഞ്ഞു പോരുത്. നോട്ടിലുണ്ട്. നല്ല ക്വസ്റ്റ്യൻ ആണ്. നോട്ടിലുണ്ട്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നു. വിച്ച് ഓഫ് ദ ഡിസീസ് ആർ ട്രാൻസ്മിറ്റഡ് ബൈ ലൂസ്? അപ്പൊ ലിക്ക് അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നതാണ് ലൂസ് എന്ന് പറയുന്ന. ഇപ്പൊ ടിക്ക് എന്നൊക്കെ പറയുന്ന വരുത്തുന്ന ഡിസീസ് നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ വരാത്ത ഏതാണെന്ന്? എപ്പിഡമിക് ടൈഫസ്, ഫ്രഞ്ച് ഫീവർ, റിലാപ്സിംഗ് ഫീവർ, മലേറിയ. എല്ലാവർക്കും അറിയാം, സിമ്പിൾ ആണല്ലേ.
ഓക്കെ, അറിഞ്ഞിരിക്കണം. മലേറിയ പരത്തുന്നത് എന്താണ്? മൊസ്കിറ്റോയാണ് അല്ലെ. മൊസ്കിറ്റോ വെക്ടർ ബോൺ ഡിസീസ് ആണ് മലേറിയ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി ഇതെല്ലാം ഇതിലാണ് ടിക്കില് വരുന്ന ഡിസീസുകളാണ്. ഫ്രഞ്ച് ഫീവർ, ക്യൂ ഫീവർ, അതിന്റെയൊക്കെ ഇതായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നോക്കിക്കോണം. കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും ലാസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന നോട്ടാണ് കേട്ടോ. ഓക്കെ, എനിവേ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞ കറക്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആൻസർ തന്നെയാണ്. ഓക്കെ, അടുത്ത നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. Which test is done to detect free residual chlorine present in the water? Which test is done to detect free residual chlorine present in the water? Schick test, Mantoux test, orthotoluvin test, Rubin test. 10 സെക്കൻഡ് ആയിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ്. ഫ്രീ റെസിഡ്യൂൽ ക്ലോറിൻ ഓർത്തോട്ടോളുവിൻ ടെസ്റ്റ് അല്ലെ? ഓർത്തോട്ടോളുവിൻ ടെസ്റ്റ് ആണ്. ഓക്കെ, ഈ റൂബിൻ ടെസ്റ്റ് അറിയാലോ. റൂബിൻ ടെസ്റ്റ് ഫലോപ്പിയൻ ട്യൂബിന്റെ പേറ്റൻസി ചെക്ക് ചെയ്യുന്നതാണ് റൂബിൻ ടെസ്റ്റ് കേട്ടോ. റൂബിൻ ടെസ്റ്റ് ഫലോപ്പിയൻ ട്യൂബിന്റെ പേറ്റൻസി. ഓക്കെ, അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഇൻ ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് occurred in the year. Bhopal gas tragedy, devastating industrial accident occurred in the year 83, 84, 85, 86. First second. പഠിപ്പിച്ച അല്ലെ? നോട്ടിലുണ്ട് 84 അല്ലെ? 84 is the correct answer അല്ലെ? ഓപ്ഷൻ ബി is the correct answer കേട്ടോ. ഓപ്ഷൻ ബി is the correct answer. ഓക്കെ, ഓപ്ഷൻ ബി is the correct answer. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. In hepatitis A infection, enterovirus multiply only in hepatitis A infection, the enterovirus Picorna enterovirus is multiply in melanocytes, erythrocytes, leukocytes, hepatocytes. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് അല്ലെ? ഹെപ്പറ്റൈറ്റിസ്, ലിവർ എന്ന് പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് അല്ലെ? ഹെപ്പാറ്റോസൈറ്റ്സ് അല്ലെ? ഹെപ്പാറ്റോസൈറ്റിസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഹെപ്പാറ്റോസൈറ്റിസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഹെപ്പാറ്റോസൈറ്റിസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. ലോ ട്രാൻസ്മിഷൻ സീസൺ ഓഫ് പോളിയോ ഈസ് ബിറ്റ്വീൻ ദ മന്ത് ഓഫ്. പോളിയോ ഏറ്റവും പകർച്ച കുറയുന്ന ലോ ട്രാൻസ്മിഷൻ സെക്ഷൻ ഓഫ് പോളിയോ ഈസ് ഇൻ ബിറ്റ്വീൻ മാർച്ച് ടു മെയ്, ജൂൺ ടു ആഗസ്റ്റ്, സെപ്റ്റംബർ ടു നവംബർ, നവംബർ ടു ഫെബ്രുവരി. 10 സെക്കൻഡ്. നോട്ടിലുണ്ട്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സീസണൽ ട്രെൻഡ്, സൈക്ലിക്കൽ ട്രെൻഡ്സ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. നോട്ട്സിലുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എക്സാം. മാർച്ചിലാണോ സമ്മറിലാണോ? അല്ല, സമ്മർ അല്ല. കറക്റ്റ് ആൻസർ വരുന്ന നവംബർ മുതൽ ഫെബ്രുവരി. അപ്പൊ ഡിസംബർ ഫെബ്രുവരി മാസത്തിൽ പോളിയോ വാക്സിൻസ് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങ് ഓർത്തിരുന്നാൽ മതി കേട്ടോ. നവംബർ ടു ഫെബ്രുവരി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഓക്കെ, അപ്പൊ സീസണൽ ട്രെൻഡ്, സൈക്ലിക്കൽ ട്രെൻഡ്സ് കേട്ടോ അതിനകത്ത് വരും കേട്ടോ. അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി കേട്ടോ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓറൽ പോളിയോ വാക്സിൻസ് ഹീറ്റ് സ്റ്റെബിലൈസ്ഡ് ബൈ ആഡിങ്. അപ്പൊ ഹീറ്റില് സൂക്ഷിക്കാൻ വേണ്ടി ഓറൽ പോളിയോ വാക്സിനിൽ എന്താണ് ആഡ് ചെയ്യുന്നത്? സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ്, കാൽസ്യം ക്ലോറൈഡ്. 10 സെക്കൻഡ് ആയിരുന്നു. അറിയാവുന്ന ഒരു ആൻസർ പറഞ്ഞോളൂ. ഓറൽ പോളിയോ വാക്സിൻസ് ആർ ദ ഹീറ്റ് സ്റ്റെബിലൈസ്ഡ് ബൈ ആഡിങ്. നോട്ടിലില്ല, ഒന്ന് ആഡ് ചെയ്തോണം കേട്ടോ. നോട്ടിലില്ല, നോട്ടിലില്ല, ഒന്ന് ആഡ് ചെയ്തോണം. അവിടെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്ന മഗ്നീഷ്യം ക്ലോറൈഡ് ആണ് കേട്ടോ. ഓപ്ഷൻ സി മഗ്നീഷ്യം ക്ലോറൈഡ് ആണ് അവിടെ കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഓറൽ പോളിയോ വാക്സിൻ ആർ ഹീറ്റ് സ്റ്റെബിലൈസ്ഡ് ബൈ കേട്ടോ. അവിടെ ഡൈല്യൂഷൻ അല്ല ചോദിച്ചേക്കുന്നത് അല്ലെ? ഹീറ്റ് സ്റ്റെബിലൈസ്ഡ് ബൈ എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ സോഡിയം ക്ലോറൈഡ് അല്ല കറക്റ്റ് ആൻസർ, മഗ്നീഷ്യം ക്ലോറൈഡ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. തെറ്റിപ്പോരുത്.
മഗ്നീഷ്യം സോഡിയം ക്ലോറൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഡിയം ക്ലോറൈഡിന്റെ അതിന്റെ ആവശ്യം വരുന്നില്ല, ഓൾറെഡി തന്നെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് വരുന്നത് അല്ലെ. അവിടെ നമുക്ക് വരുന്നത് അറിഞ്ഞിരിക്കേണ്ടത് ഏതാണ്, മഗ്നീഷ്യം ക്ലോറൈഡ് ആണ് ഹീറ്റ് സ്റ്റെബിലൈസിന്റെ ഇത് വരുന്നത് കേട്ടോ. സോഡിയം ക്ലോറൈഡ് അല്ല, അത് BCG ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത്. ഓക്കെ, ഓക്കെ, അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, മഗ്നീഷ്യം ക്ലോറൈഡ് ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the number of notification of new cases and relapse cases of TB comes under notification of new cases and relapse cases അല്ലെ. ഇൻസിഡന്റ് റേറ്റ്, കേസ് ഫെറ്റാലിറ്റി, കേസ് നോട്ടിഫിക്കേഷൻ, കേസ് ഡിറ്റക്ഷൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അറിയാമോ ആർക്കെങ്കിലും? കേസ് ഫെറ്റാലിറ്റി അല്ല കേട്ടോ. കേസ് ഫെറ്റാലിറ്റി എന്ന് പറയുമ്പോൾ വിറുലൻസ് സ്റ്റഡിയാണ്, ഏറ്റവും കൂടുതൽ സിവിയാരിറ്റി ആവുന്നതാണ്. ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ന്യൂ കേസ്, പക്ഷെ ഇവിടെ ന്യൂ കേസസ് ആൻഡ് എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ട് അല്ലെ. ആൻഡ് റിലാപ്സ് എന്ന് പറയുമ്പോൾ അവിടെ ടോട്ടൽ കേസുകൾ അല്ലെ, ടോട്ടൽ നമ്പർ ഓഫ് കേസുകൾ എന്ന് വരുമ്പോൾ അവിടെ നമുക്ക് ഡിറ്റക്ഷൻ ആണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അവിടെ കേസ് ഡിറ്റക്ഷൻ റേറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി, കേസ് ഡിറ്റക്ഷൻ റേറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. നമ്പർ ഓഫ് ന്യൂ കേസസ് ആൻഡ് റിലാപ്സ് കേസസ് ഓഫ് TB കംസ് അണ്ടർ case detection rate കേട്ടോ. Case detection rate is the correct answer കേട്ടോ. ഓപ്ഷൻ ഡി 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 is the correct answer. Okay, next ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. The incidence of bacterial pneumonia is reduced by all the vaccines except the incidence of bacterial pneumonia is reduced by all the vaccines except measles, diphtheria, Hib vaccine, pneumococcal pneumonia vaccine. A second. ഇവിടെ അറിഞ്ഞിരിക്കണം, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അറിഞ്ഞിരിക്കണം. മീസൽസ് നമുക്ക് വന്നാൽ സെക്കൻഡറി ആയിട്ട് ബാക്ടീരിയൽ ന്യൂമോണിയ വരും. അപ്പം മീസൽസ് വാക്സിൻ കൊടുക്കുന്നതിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ആ ന്യൂമോണിയ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇനി ഹിബ് വാക്സിൻ അറിയാലോ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസയും ന്യൂമോണിയയും മെനിഞ്ചൈറ്റിസും ഉണ്ടാക്കുന്നുണ്ട്. ന്യൂമോകോക്കൽ ന്യൂമോണിയയും എന്തുണ്ടാകും, ന്യൂമോണിയ ഉണ്ടാക്കാം, മെനിഞ്ചൈറ്റിസും ഉണ്ടാക്കാം. എനിവേ ഈ മൂന്നും ഇതും വരുന്ന ഏതാണ്, ന്യൂമോണിയ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ, അതായത് അസുഖം വരാതിരിക്കും അല്ലെ. ഇവിടെ ഡിപ്തീരിയ ആണ് വരുന്ന, ഡിപ്തീരിയ ഈ ലാരിങ്സ്, പാരിങ്സ് ആ ഒരു ഏരിയയിലാണ് കൂടുതൽ ഇൻഫെക്ഷൻ വരുന്നത് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നതാണ് ഡിപ്തീരിയ വാക്സിൻ കേട്ടോ. അപ്പൊ അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൂപ്പിംഗ് കഫ്. വൂപ്പിംഗ് കഫ് ഈസ് മോസ്റ്റ് ഇൻഫെക്ഷ്യസ് ഡ്യൂറിംഗ് ദ സ്റ്റേജ് ഓഫ് വൂപ്പിംഗ് കഫ്. വില്ലൻ ചുമ കൂടുതൽ ഇൻഫെക്ഷ്യസ് ആവുന്ന ഏത് സ്റ്റേജിലാണ്? കാറ്ററൽ സ്റ്റേജ്, പരോക്സിസ്മൽ സ്റ്റേജ്, കൺവാലസൻ സ്റ്റേജ്, റിക്കറന്റ് സ്റ്റേജ്. കൂടുതൽ ഇൻഫെക്ഷ്യസ് പഠിപ്പിച്ചതാണ്. വൂപ്പിംഗ് കഫ് കൂടുതൽ ഇൻഫെക്ഷ്യസ് ആകുന്നത് റിക്കവറി അല്ല, കൂടുതൽ ഇൻഫെക്ഷ്യസ് ആവുന്നത് കാറ്ററൽ സ്റ്റേജ് ആണ് അല്ലെ. കോമൺ കോൾഡ് ഫീവർ അങ്ങനെയൊക്കെ വരുന്നതാണ് കാറ്ററൽ സ്റ്റേജ് കേട്ടോ. കാറ്ററൽ സ്റ്റേജ് കോൾഡ് ഫീവർ ആണ്. പരോക്സിസ്മൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ വീണ്ടും ഫീവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് പരോക്സിസ്മൽ സ്റ്റേജ്. പിന്നെ കൺവാലസന്റ് ഒക്കെ റിക്കവറി സ്റ്റേജ് ആണ് കേട്ടോ. അപ്പൊ അവിടെ മോസ്റ്റ് ഇൻഫെക്ഷ്യസ് വരുന്ന കാറ്ററൽ സ്റ്റേജ് അല്ലെ, ആ ഇനിഷ്യൽ പീരീഡ് അല്ലെ, ഇൻക്യുബേഷൻ പീരീഡ്, ആ ഒരു ടൈമിലാണ് മൂഡ് കൂടുതൽ എന്തെന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ് ആവുന്നത് കേട്ടോ. അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, കാറ്ററൽ സ്റ്റേജ് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ വൂപ്പിംഗ് കഫിന്റെ ഡിഫറൻറ്റ് സ്റ്റേജസ് നോട്ടിലുണ്ട്, അതിനകത്ത് എഴുതിയിട്ടുണ്ട് എല്ലാം വ്യക്തമായിട്ട്. ഓക്കെ, 1-2 പേർക്ക് ശരിയായിട്ടുണ്ട്, വെരി ഗുഡ്. ഓക്കെ, വൂപ്പിംഗ് കഫ് 100 days കഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കും അല്ലെ. ഓക്കെ, നേരത്തെ നെക്സ്റ്റിലോട്ട് പോകുന്നു. ബുൾനെക്ക് അപ്പിയറൻസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ബുൾനെക്ക്. ടെറ്റനസ്, പോളിയോ, പെട്രോസിസ് ആൻഡ് ഡിപ്തീരിയ. ബുൾനെക്ക് നല്ലോണം ആലോചിച്ചേ. വെരി ഗുഡ്, 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 വെരി ഗുഡ്. ബുൾനെക്ക് അപ്പിയറൻസ് ഈ സീൻ ഇൻ ഡിപ്തീരിയ അല്ലെ. ഡിപ്തീരിയയിലാണ് ടോൺസിലൈറ്റിസ് ഒക്കെ എൻലാർജ് ചെയ്ത് അല്ലെ. ഓപ്ഷൻ ഈസ് ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ,
അടുത്ത നെക്സ്റ്റിലോട്ട് പോകുന്നു. False membrane is over the tonsils, pharynx and larynx. Tons membranes over the tonsils, pharynx and larynx. Diphtheria, measles, mumps, chickenpox. എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? ആൻസർ എല്ലാവർക്കും അറിയായിരിക്കും. False membranes over the tonsils, pharynx or larynx found in very good. എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ is option A. Diphtheria is the correct answer. കേട്ടോ, diphtheria is the correct answer. Okay. Diphtheria is the correct answer. Okay, very good. അടുത്ത next question. The energy value of human milk. The energy value of human milk. 50 calorie, 60 calorie, 70 calorie, 80 calorie. എല്ലാവർക്കും അറിയാം അല്ലെ? ഓക്കെ, ഇവിടെ 2 പോയിന്റ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ബേസ് ആണ്, ഇടയ്ക്കിടയ്ക്ക് എല്ലാ ക്വസ്റ്റ്യൻസിലും അറിഞ്ഞും തിരിഞ്ഞും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നിയോനേറ്റിന്റെ എത്ര കാലറി റിക്വയർമെന്റ് ചോദിച്ചാൽ 100 ml per kilogram of body weight അല്ലെ? 100 കിലോ കാലറി വെച്ചിട്ടാണ് നിയോനേറ്റ്സിന് വേണ്ടുന്ന അല്ലെങ്കിൽ ന്യൂ ബോൺ ബേബിക്ക് വേണ്ടുന്നത് അല്ലെ? ഇനി അടുത്ത രണ്ടാമത്തത് 70 കലോറി ആണ് എന്ത് കിട്ടുന്ന മിൽക്കിലുള്ള എനർജി വാല്യൂ അല്ലെ? 70 കലോറി ആണ് മിൽക്കിലുള്ള. ഈ 2 കാര്യങ്ങൾ മറക്കരുത് കേട്ടോ. 100ഉം 100ന്റെ കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് മറക്കരുത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. എനർജി വാല്യൂ ഹ്യൂമൻ മിൽക്ക്. ഓക്കെ, അടുത്ത നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. CGHS, Central Government Health Scheme, comes under the healthcare delivery system of public health system, health insurance system, voluntary system, private system. CGHS ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്? എല്ലാവർക്കും അറിയാം. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് CGHS വരുന്ന അല്ലെ? ഇനി ECHS ആർമി പേഴ്സൺ അല്ലെ, എക്സ് സർവീസ്. ഓക്കെ, അപ്പൊ എനിവേ CGHS ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് സിസ്റ്റം ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി അല്ലെ? എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുനിസിപ്പൽ ബോർഡ് സെറ്റപ്പ് ഇൻ ആൻ ഏരിയ ഹാവിംഗ് ഓഫ് ബിറ്റ്വീൻ. അപ്പൊ മുനിസിപ്പാലിറ്റിയുടെ പോപ്പുലേഷൻ ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. 5000, 10000, 10000, 20000, 10000, 2 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം. പറഞ്ഞിരിക്കണം. വെരി ഗുഡ് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ ഡൽഹി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചെറിയ മുനിസിപ്പാലിറ്റികളുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാർക്ക് മാത്രമായിട്ട് ലീവ് ചെയ്യുന്ന മുനിസിപ്പാലിറ്റീസ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 10000 മുതൽ 2 ലക്ഷമാണ് കറക്റ്റ് ആൻസർ കേട്ടോ. 2 ലക്ഷം വരെയുള്ള പോപ്പുലേഷനെയാണ് നമ്മൾ എന്തിൽ ഉത്പാദിപ്പിക്കുന്നത്? മുനിസിപ്പാലിറ്റി അല്ലെ? മുനിസിപ്പാലിറ്റിയിലോട്ട് മാറ്റും. കോർപ്പറേഷൻ പോപ്പുലേഷൻ ഒരു 5 ലക്ഷം വരെയൊക്കെ ആവും കേട്ടോ. കോർപ്പറേഷൻ പോപ്പുലേഷൻ ഒരു 5 ലക്ഷം വരെ ആവും. മുനിസിപ്പാലിറ്റി പോപ്പുലേഷൻ 2 ലക്ഷമാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റിലോട്ട് വരുന്നു. The word ergonomics is related to the health of. Ergonomics is related to school health, geriatric health, maternal health, occupational health. 10 സെക്കൻഡ് ആയിരുന്നു. The word ergonomics is related to the health of. വെരി ഗുഡ്. എർഗണോമിക്സ് ചെയർ ആണെന്നല്ലേ? ഓഫീസ് ചെയറിനെ വിളിക്കുന്ന പേര് എർഗണോമിക്സ് ചെയർ ആണ്. അവരുടെ സ്പൈൻ ഒക്കെ നേരെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എന്താണ്? ഓക്കുപേഷണൽ ഹെൽത്ത് അല്ലെ? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ആർക്കും തെറ്റിയിട്ടില്ല. ഓക്കെ, നല്ല കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സൈൻ ഓഫ് തിറോപ്താൽമിയ. കോർണിയൽ അൾസറേഷൻ, ബിറ്റർ സ്പോട്ട്, നൈറ്റ് ബ്ലൈൻഡ്നെസ്, മഡി ഐസ്. 10 സെക്കൻഡ് ആയിരുന്നു. വെരി ഗുഡ്. ഓക്കെ, എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ ഇവിടെ സിറോപ്താൽമിയ, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ടുവരുന്നതാണ് സിറോപ്താൽമിയ. എനിവേ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. സിംറ്റം, സൈൻ അല്ലെ? സിംറ്റം ചോദിച്ചാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് കേട്ടോ. ഇനി സൈൻ ചോദിച്ചാൽ ബിറ്റർ സ്പോട്ട് കേട്ടോ. സൈൻ ചോദിച്ചാൽ ബിറ്റർ സ്പോട്ട്, സിംറ്റം ചോദിച്ചാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് കേട്ടോ.
അവിടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, bitter spot is the correct answer. കേട്ടോ, ഓപ്ഷൻ ബി, bitter spot is the correct answer. Okay, very good. Bitter spot is the correct answer. Okay, very good. Bitter spot is the correct answer. Next question. Suppositories comes under which contraceptive method? Suppositories comes under which contraceptive method? Physical barrier, chemical barrier, IUCDs, hormonal method. Intrauterine contraceptive device or hormonal method, chemical barrier method, physical barrier method. നല്ലപോലെ പഠിപ്പിച്ചാണ്. ആർക്ക് തെറ്റിയില്ലല്ലോ? ഓക്കെ, ഹോർമോണൽ മെത്തേഡ് അല്ല. ഹോർമോണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇൻജെക്റ്റബിൾ ഹോർമോൺസും അല്ല, ഇംപ്ലാന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പാച്ചസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ ടാബ് അങ്ങനെയൊക്കെ ഉള്ളവർക്കെല്ലാം ഹോർമോണിൽ പോകും കേട്ടോ. ഇവിടെ കെമിക്കൽ ബാരിയർ, സ്പെർമിസൈഡ്സ് അല്ലെ, സ്പെർമിസൈഡ്സ് ആയിട്ട് കെമിക്കൽ ബാരിയേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. 2 days പഞ്ച് അല്ലെ, അങ്ങനെയൊക്കെ പറഞ്ഞ് അതിന്റെ കെമിക്കൽ ഫോമുല എന്ന് പറഞ്ഞ് 9-എർത്തിസ്റ്റോൾ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തുണ്ട്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പൊ അവിടെ കുറച്ച് പേർക്ക് തെറ്റിയിട്ടുണ്ട്, തെറ്റിപ്പോകരുത് കേട്ടോ. സപ്പോസിറ്ററീസ് ആർ കംസ് അണ്ടർ കെമിക്കൽ ബാരിയർ ഓഫ് മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. Chemical disinfectant used for water purification include all except. Chemical disinfectant used for water purification including all except bleaching powder, chlorine, iodine, potassium sulfate, potassium permanganate. പറഞ്ഞേ, പഠിപ്പിച്ചതാ. വെരി ഗുഡ്. ഞാൻ പഠിപ്പിച്ചു, 4 എണ്ണം പഠിപ്പിച്ചതിലുണ്ട് അല്ലെ. ബ്ലീച്ചിങ് പൗഡറും ഉണ്ട്, ക്ലോറിനും ഉണ്ട്, അയഡിനും ഉണ്ട്, പൊട്ടാസ്യം പെർമാംഗനേറ്റും ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ അയഡിൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അയഡിൻ ഇപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നില്ല കാരണം ഇറ്റ് ഈസ് മെറ്റാലിക് ടേസ്റ്റും കളർ ചേഞ്ച് ഓഫ് ദ വാട്ടർ അല്ലെ. ഈ 2 കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ഇപ്പോൾ അയഡിൻ എന്ന് പറയുന്നത് എന്താണ്, ഡിസഡ്വാൻറ്റേജ് കൂടുതലായതുകൊണ്ട് ഇപ്പോൾ അയഡിൻ സാധാരണ ഉപയോഗിക്കുന്നില്ല. പകരം ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്, ക്ലോറിൻ ഡിഫറെന്റ് ഫോംസ് അല്ലെ. ഇനി അടുത്ത അയഡിൻ അല്ലെ, 1%, 2% രീതിയിൽ അയഡിൻ സൊല്യൂഷൻസും എന്തിനു ഉപയോഗിക്കുന്നുണ്ട്, കെമിക്കൽ ഡിസിൻഫെക്റ്റന്റ് ഫോർ വാട്ടർ പ്യൂരിഫിക്കേഷൻ അല്ലെ. അപ്പൊ അവിടെ ഓപ്ഷൻ ഡി, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഒരാൾക്ക് ശരിയായിട്ടുള്ളൂ കേട്ടോ, ഒരാൾക്ക് ശരിയായിട്ടുള്ളൂ. അവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നല്ലൊരു ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്കെ, നമ്മൾ 50 ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ. 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഓക്കെ, 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി 10 മണിക്ക് ക്ലാസ് ഉണ്ട്, കമ്മ്യൂണിറ്റി കേട്ടോ. 10 മണിക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ബുൾനെക്ക് അപ്പിയറൻസ് വരുന്ന ഡിപ്തീരിയ കേട്ടോ. ഡിപ്തീരിയ ഇനി പഠിപ്പിക്കും. ആ, ഓക്കെ, ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, 10 മണിക്ക്